തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നടവഴിയിൽ ബൾബിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസമായി സോളാർ ലൈറ്റ് സ്ഥാപിച്ച് ഗ്രാമപഞ്ചായത്ത് അംഗം. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പാവൂക്കര 2-ാം വാർഡ് മെമ്പർ ലേഖന കുമാരിയാണ് വർഷങ്ങളായി ഇരുട്ട് നിറഞ്ഞ നടവഴിയിൽ പ്രകാശം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നടവഴിയിൽ ബൾബിട്ട് നൽകണമെന്നാണ് നാട്ടുകാർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പാവൂക്കര 2-ാം വാർഡ് മെമ്പർ ലേഖന കുമാരിയോട് ആവശ്യപ്പെട്ടത്. വർഷങ്ങളായി ഇരുട്ട് നിറഞ്ഞ നടവഴിയിൽ പ്രകാശം നൽകിക്കൊണ്ട് ലേഖന കുമാരി വാക്ക് പാലിക്കുകയായിരുന്നു. സോളാർ ലൈറ്റാണ് ഇവിടെ സ്ഥാപിച്ചത്. ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. വാർഡ് മെമ്പർ ലേഖന കുമാരിയുടെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രവൃത്തിയാണ്. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ആയസ്, ഇതിന്റെ സൗകര്യം ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം ഗ്രാമപഞ്ചായത്തിൽ കൂടി ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു പരിശ്രമം ഉണ്ടാകും. പ്രത്യേകിച്ച് മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള റോഡുകൾ, അവരുടെ വഴിവിളക്കുകൾ വലിയ പരിതാപകരമാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇതെല്ലാം ശ്രദ്ധയിൽ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് ഒരു നടവരമ്പാണ്. 2 വീട് താമസിക്കുന്നവരാണ്. എങ്ങനെയാണ് ഇവർക്ക് ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ഒരു വഴി ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ ചിന്ത പോയത്. മനുഷ്യനെ സംബന്ധിച്ച് അവന് സഞ്ചരിക്കാൻ വഴി നല്ലതില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ സഹായം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ലേഖന ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടതിൽ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഉണ്ട്. 2-ാം വാർഡ് പാവൂക്കര വള്ളിവേലിൽ ചാഴിയാരിൽ ഭാഗത്തെ 3 കുടുംബങ്ങളായിരുന്നു വഴിവിളക്കില്ലാതെ പ്രയാസം അനുഭവിച്ചിരുന്നത്. പാടത്തിന്റെയും തോടിന്റെയും വശങ്ങളിലൂടെ ഇരുട്ടത്ത് വിഷജന്തുക്കളെ പേടിച്ചായിരുന്നു വീട്ടുകാർ രാത്രിയിൽ സഞ്ചരിച്ചിരുന്നത്. ഇവരുടെ വീടുകളിലേക്ക് വൈദ്യുതി ലൈൻ വലിച്ച് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വഴിവിളക്കിനുള്ള സംവിധാനം നൽകിയിരുന്നില്ല. വഴിവിളക്കിനായി ലൈൻ വലിക്കുന്നതിന് ഏറെ കടമ്പകൾ കടക്കണമെന്നതിനാൽ വർഷങ്ങളായി ഇരുട്ടിൽ സഞ്ചരിക്കുക എന്ന ഗതികേടിലായിരുന്നു ഈ കുടുംബം. തെരഞ്ഞെടുപ്പ് വിജയിച്ചു വന്നപ്പോൾ തന്നെ ലേഖനാകുമാരി ഇവർക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. വൈദ്യുതി ലൈൻ വലിക്കാതെ തന്നെ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിങ്ക്പാം ടെക്നോളജി എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടു. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നേടിയെടുക്കുകയായിരുന്നു. കമ്പനിയുടെ CSR എക്സിക്യൂട്ടീവായ അരവിന്ദ് സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഇവിടുത്തെ കുടുംബങ്ങൾക്കുള്ള നടപടി കൂടി പുനർനിർമ്മാണം നടത്തി സുരക്ഷിതമാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ലേഖനാകുമാരി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പ്രദേശത്തെത്തി വോട്ട് അഭ്യർത്ഥിക്കാൻ വന്നപ്പോൾ അവരുടെ ആവശ്യമായി പറഞ്ഞത് ഇവിടെ ഒരു ബൾബ് മാത്രം ഇട്ടു തരണേ എന്നൊരു ആവശ്യമായിരുന്നു. അതിനുശേഷം ഞാൻ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തിങ്ക്പാം എന്ന കമ്പനിയുടെ എക്സിക്യൂട്ടീവായ അരവിന്ദിനെ കാണുകയും അരവിന്ദനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ 2 സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് തന്നിരുന്നു. അതിന്റെ ഭാഗമായി അവര് ഇവിടെ വന്ന് ഈ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ട് പോയി. CDNet ന്യൂസ്, മാന്നാർ.